Hello friends, welcome back to Sarah Creations. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു എർത്ത് പോട്ട് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണ്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്ക് ഫാബ്രിക് പെയിൻറ്റ്സോ അക്രിലിക് പെയിൻറ്റ്സോ ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി സ്പഞ്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രഷസ് ഉപയോഗിച്ചാണ് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെറിയ നാരോ ആയിട്ടുള്ള ടിപ്സുള്ള 0-1 പോയിൻറ്റ്സ് ഉള്ള ബ്രഷസ് ആണ് എടുത്തത്. പിന്നെ നമുക്ക് പെൻസിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുൾ ഒരു ബേസ് കോട്ട് കൊടുക്കേണ്ടതാണ്. നിറച്ചത് നല്ല തിക്കർ ആയിട്ട് കൊടുക്കണം. തിക്കർ ലെയറായിട്ട് പറ്റുമെങ്കിൽ 2 ലെയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റിഷ് കളറായിട്ട് നമുക്ക് ആ ഒരു ഓറഞ്ച് കളർ ഹൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വൈറ്റ് കളർ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് മുഴുവനും ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് പെൻസിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് മാർക്ക് ചെയ്യുകയോ ഡയറക്റ്റായിട്ട് നമുക്ക് വരച്ച് കൊടുക്കുകയോ ചെയ്യാം. അപ്പം ഞാൻ നെക്ക് പോർഷനോട് ചേർന്നിട്ട് ആ ഒരു ഹാഫ് പോട്ടിൻ്റെ അവിടെ വരെ ഒരു ചെറിയ പാറ്റേൺസ് വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ഫസ്റ്റ് റെഡാണ് യൂസ് ചെയ്യുന്നത്. റെഡ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഡിസൈൻ ഫുള്ള് ബ്രഷ് സ്ട്രോക്സ് വെച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് രാജസ്ഥാനി കോമ്പിനേഷൻ കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ബ്രൈറ്റ് കളേഴ്സ്. ഞാനിപ്പോൾ റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിസൈൻസും അതുപോലെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബ്ലൂ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കൊടുക്കുന്നത് സോളിഡ് കളേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡിയൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാറ്റേൺസ് ആയിട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. രാജസ്ഥാനി വർക്ക്സിൽ സാധാരണ നമ്മൾ മിറർ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് മിറർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ ബ്ലൂ കളർ പാറ്റേൺസ് ഫുള്ളി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഡിസൈൻസിന് യെല്ലോ കളറാണ് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു യെല്ലോ കളേഴ്സിന് ഒരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് ഈ ഗ്രീൻ കളർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു ബഡ്സ് യൂസ് ചെയ്ത് ചെറിയൊരു ഡോട്ട്സ് പോലെയാണ് ഈ ഭാഗത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ബഡ്സ് വെച്ചിട്ടുള്ള ഗ്രീൻ കളർ ഡോട്ട്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്ട്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പേൾ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഗോൾഡ് കളർ പേൾ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് സെയിം ബഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലൂവിൻ്റെ മേലെ ചെറിയ ഗോൾഡൻ ഡോട്ട്സും കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡിസൈൻ ഒരു കുറച്ചുകൂടെ ഒരു ഗ്ലിറ്ററിങ് എഫക്ട്സും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ എവിടെയെങ്കിലും നമുക്ക് ഹൈലൈറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു നമ്മുടെ നെക്ക് പോർഷനിലെ ആ ഒരു റെഡ് ഏരിയയിലും കൂടെ ചെറിയൊരു ഗ്ലിറ്ററിങ് ആ സെയിം പേൾ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡോട്ട്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഏരിയയിൽ ഫുള്ള് ഞാൻ ഗോൾഡ് കളറ് ഡോട്ട്സ് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ നെക്ക് ഏരിയ, അതായത് ആ ഒരു വക്ക് ഭാഗത്ത് നമുക്കൊരു ഗോൾഡ് പേൾ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നല്ല ആ ഒരു ഫിനിഷിങ് കിട്ടും. ആ ഒരു ടിപ്പ് ഭാഗത്ത് അകത്തോട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഏരിയ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടൈനി പോട്ട് പെയിൻറ്റിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കണ്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ബിഗ് താങ്ക്സ്. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.